രാജ്യത്തെ ആരോഗ്യ മേഖലയിൽ ആശങ്ക ഉയർത്തി ഗില്ലീബൻ ബാരെ സിൻഡ്രോം ബാധിച്ച് ആദ്യ മരണം നടന്നിരിക്കുകയാണ്. അപൂർവ മസ്തിഷ്ക രോഗമാണ് GBS. മഹാരാഷ്ട്രയിലെ സോളാപുരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം പൂനെയിലെ GBS കേസുകൾ ഇപ്പോൾ ഏകദേശം 101 ഉയർന്നതും ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. വയറിളക്കം, ചുമ, ജലദോഷം എന്നീ ലക്ഷണങ്ങളുമായാണ് ആളുകൾ ആശുപത്രിയിലെത്തുന്നത്. ഇതേ ലക്ഷണങ്ങളോടെ ജനുവരി 18-ന് സ്വകാര്യ ആശുപത്രിയിൽ ICUയിൽ പ്രവേശിപ്പിച്ച യുവാവിനെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് സാധാരണ മുറിയിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നിരുന്നാലും ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമായി. ICU വാർഡിൽ പ്രവേശിപ്പിച്ച ഉടൻ തന്നെ അദ്ദേഹം മരിച്ചുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. സോലാപൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം നടത്തി. മരണത്തിന്റെ പ്രാഥമിക കാരണം GBS ആണെന്ന് സംശയിക്കുകയും ചെയ്യുന്നു. മസ്തിഷ്കം, രക്തം, കുടൽ, കോശങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വിസറ സാമ്പിളുകൾ കൂടുതൽ വിശകലനത്തിനായി അയച്ചിട്ടുണ്ട്. 15 ദിവസത്തിനകം റിപ്പോർട്ടുകൾ ലഭിച്ചതിനു ശേഷമേ മരണകാരണം വ്യക്തമാകൂ. GBS കേസുകളുടെ കുതിച്ചുചാട്ടവുമായി പൂനെ പോരാടുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കേസുകളുടെ എണ്ണം 28 വർദ്ധിച്ചു. നഗരത്തിലെ മൊത്തം GBS കേസുകളുടെ എണ്ണം 101. സാധാരണഗതിയിൽ GBS കേസുകൾ പ്രതിമാസം 2-ൽ കൂടരുത്. ഇത് നിലവിലെ വർധനവ് അപൂർവമാക്കി. നിലവിൽ രോഗം സ്ഥിരീകരിച്ചവരിൽ 16 പേർ വെന്റിലേറ്ററിലാണ്. 9 വയസ്സിന് താഴെയുള്ള 19 കുട്ടികൾ രോഗലക്ഷണങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അതേസമയം 50 മുതൽ 80 വരെ പ്രായത്തിലുള്ളവരിൽ 23 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗികളുടെ സാമ്പിളുകളിലെ ലബോറട്ടറി പരിശോധനകൾ GBSനുള്ള അറിയപ്പെടുന്ന ട്രിഗറായ കാമ്പിലോബാക്ടർ ജെജൂനിയ ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. പ്രതികരണവുമായി അധികാരികൾ ജലപരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കേസുകളുള്ള പ്രദേശങ്ങളിൽ പൂനെയിലെ പ്രാഥമിക ജലസ്രോതസ്സായ ഗഡ്കാവനിലെ അണക്കെട്ട് സമീപമുള്ള കിണറ്റിൽ ഉയർന്ന അളവിൽ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യവും കണ്ടെത്തിയതായി ശനിയാഴ്ച പരിശോധനാ ഫലം വന്നിരുന്നു. എന്നാൽ ഈ കിണർ സജീവമായി ഉപയോഗിക്കുന്നതാണോ എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. എന്താണ് ഗില്ലിൻ ബാരെ സിൻഡ്രോം? ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ വൈറൽ അണുബാധയ്ക്കുള്ള പ്രതികരണവുമായി രോഗപ്രതിരോധ അവസ്ഥയെ തെറ്റായ ഞരമ്പുകൾ ആക്രമിക്കപ്പെടുന്ന ഒരു അപൂർവ അവസ്ഥയാണ് GBS. ബലഹീനത, പക്ഷാഘാതം, മറ്റ് സങ്കീർണതകൾ എന്നിവയാണ് ലക്ഷണങ്ങൾ. രോഗം ബാധിച്ച 80% രോഗികളും ഡിസ്ചാർജ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ സ്വതന്ത്രമായി നടക്കാനുള്ള കഴിവ് വീണ്ടെടുക്കുമെന്നും ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നിരുന്നാലും ചില രോഗികൾക്ക് പൂർണ്ണമായി സുഖം പ്രാപിക്കാൻ 1 വർഷമോ അതിൽ കൂടുതലോ എടുത്തേക്കാം. GBSനുള്ള ചികിത്സ ചിലവേറിയതാണ്. രോഗികൾക്ക് ഇമ്മ്യൂണോ ഗ്ലോബുലിൻ കുത്തിവയ്പ്പുകൾക്ക് ആവശ്യമാണ്. ഓരോന്നിനും ഏകദേശം 20,000 രൂപ ചിലവാകും. രോഗികളുടെ കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനായി മഹാരാഷ്ട്ര ധനമന്ത്രി അജിത് പവാർ സർക്കാർ ആശുപത്രികളിൽ GBS ചികിത്സ സൗജന്യമായി നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്.